പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടി തന്നെ ഈ പരാതി തന്റെ നിർബന്ധിച്ച് പറയിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു ആരോപണങ്ങളുമായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഒപ്പം തന്റെ കുടുംബത്തെ തന്നെയും കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അവരുടെ ഒരു വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊപ്പം പെൺകുട്ടിയുടെ പിതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇങ്ങനെ മകൾ ഇത്തരം ഒരു ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണത് അവളിങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിൻ്റെ പിന്നിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ രാഹുലിൻ്റെ ഭാഗത്ത് നിന്നും ഉള്ളവരുടെ സമ്മർദ്ദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ അവൾ പറയില്ല. ഭീഷണിയും ഒരുപക്ഷെ അവൾക്കുണ്ടായിട്ടുണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെന്ന് കാണുമ്പോൾ മകൾക്ക് ശരിയായ രീതിയിൽ തന്നെ പരിക്ക് പറ്റി അത്തരം കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിരുന്നതല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ 12-ാം തീയതി അടുക്കള കാണൽ ചടങ്ങിന് 26 പേരാണ് പോകുന്നത്. അതിൽ 6-7 കുട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മുതിർന്നവരാണ്. അവരിത് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതായത് തലയിലെ മുഴ, പിന്നെ കഴുത്തിൽ മുറുക്കിയ പാടുകൾ, മൂക്കിൽ നിന്ന് രക്തം വാണതിൻ്റെ അടയാളങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ കണ്ട് വാവിട്ട് കരഞ്ഞു, സ്ത്രീകൾ ഉൾപ്പെടെ. അങ്ങനെ അവളോട് ചോദിച്ചപ്പോഴാണ് അവൾ ഈ സംഭവങ്ങൾ മുഴുവനും പറയുന്നത്. അവൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾ നേരിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. ഇത് ഡോക്ടർക്കും അറിയാം. ഡോക്ടറുടെ മൊഴിയെടുത്തിട്ടുള്ളതല്ലേ. 3 ഡോക്ടർമാരുടെ ഫറൂഖ് താലൂക്ക് ആശുപത്രി, പിന്നെ അവിടെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റല്, പിന്നെ ഇവിടെ വടക്കൻ പറവൂര് ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി, ഇതെല്ലാം പോലീസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ആ റിപ്പോർട്ടിൽ അതുണ്ട്. അതാണ്. അപ്പോൾ പിന്നെ ഇത്തരം സംഭവിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ മൊഴിമാറ്റി പറയണമെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് സമ്മർദ്ദത്തിന് വഴങ്ങി, അവൻ രക്ഷപ്പെടാൻ വേണ്ടി സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അത്രമാത്രം സ്വാധീനവും എല്ലാം ഒരു കുടുംബമാണോ രാഹുലിലേക്ക്? എങ്ങനെയാണ് കരുതുന്നത്? നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ, കാരണം എന്ന് വെച്ചാൽ മെയ് 5-ാം തീയതി ആയിരുന്നു കല്യാണം. പിന്നെ 12-ാം തീയതി ഞങ്ങൾ അടുക്കള കാണാൻ പോകുന്ന ആ സമയം വരെയുള്ള ഒരു ഇതുള്ളൂ. അതിന് ഉള്ളിൽ അവരുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനോ മറ്റ് നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതായത് സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് നമുക്കറിയില്ല കൃത്യമായിട്ട്. ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയാൻ അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താണ്? അതെനിക്കറിയില്ല. കാരണം ഞങ്ങളുടെ മകളെ ഞങ്ങൾ അത്രത്തോളം സ്നേഹിക്കുകയും അവൾ ഞങ്ങളോടും അതേപോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു സമ്മർദ്ദം തന്നെയാണ്. വീഡിയോയിൽ പറയുന്നുണ്ട് മകളുടെ പലതും നിർബന്ധിച്ച് എഴുതിക്കുകയായിരുന്നു, സ്ത്രീധനം അടക്കമുള്ള കാര്യങ്ങൾ. ഇതെല്ലാം നിഷേധിക്കുന്നു. ഇതെല്ലാം അവൾ പറഞ്ഞിട്ടല്ലേ. അതായത് അവൾ പറഞ്ഞതിന്റെ, ഞങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുന്നത്. അവൾ പോലീസ് സ്റ്റേഷനിൽ അവളും പറഞ്ഞിട്ടുള്ള പരാതി. അപ്പോ എടുത്തതല്ലേ, രഹസ്യമൊഴി ഉൾപ്പെടെയുള്ളത് എടുത്തതാണ്. അപ്പൊ ഇപ്പോൾ ഈ മിസ്സായതിനു ശേഷമാണല്ലോ അവൾ ഇപ്പോൾ ഇങ്ങനെ മറിച്ച് വരികയാണ്. അപ്പൊ ഈ മിസ്സായത് എന്ന് വെച്ചാൽ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് തന്നെയാണ്. അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അവര് ശരിക്കും ഇവിടെ സമ്മർദ്ദത്തിന് വിധേയമാക്കി അല്ലെങ്കിൽ ഭീഷണിക്ക് വിധേയമാക്കി പറയിപ്പിച്ചത് തന്നെയാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് മകളെ ഒരുപക്ഷെ തട്ടിക്കൊണ്ടുപോയോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഏതായാലും അതിലൊരു ഭീഷണിയും സമ്മർദ്ദവും അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അവള് ഈ സന്ദർഭത്തിലാണല്ലോ, അവള് മിസ്സായതിനു ശേഷം മാത്രമാണല്ലോ ഇത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇവളുടെ ഈ അടയാളങ്ങളും ഈ പരിക്ക് പറ്റിയതും ഇതൊക്കെ നമ്മൾ കാണുകയും അവൾ ആ സമയത്ത് നമ്മളോട് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പൊ ഇപ്പോൾ ഈ മിസ്സായതിനു ശേഷം അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുകയാണ് പറഞ്ഞിട്ടുള്ളത്, അത് പറയിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ഇതുവരെയും പിന്നീട് കാര്യമായി കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ വരുമ്പോഴും ഒക്കെ വിളിച്ചു നോക്കിയോ? ഇല്ലില്ല. വീഡിയോ വന്നതിന് ശേഷം ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ശനിയാഴ്ച ആണ് അവളെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. പിന്നീട് അവളുമായിട്ട് സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ആ നമ്പറൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. ഈ രാഹുലിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ചില ഇടപെടലുകൾ നടന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. അതെ, രാഹുലിനെ അത് അവളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും പറയിപ്പിക്കുകയും ചെയ്തിരുന്നു. അവന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്, അവന്റെ മാത്രം മാർഗമാണ് ഇതിരിക്കുന്നത്. അപ്പൊ അവള് അല്ലെങ്കിൽ എത്രയും സ്നേഹിക്കുന്ന അച്ഛനും അമ്മയെയും അവള് തള്ളി പറയോ? അപ്പൊ ശരിക്കും ഒരു സ്വാധീനം, ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു ഭീഷണി അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്.
വീഡിയോ കാണുമ്പോൾ വല്ലാത്തൊരു ഞെട്ടലിലൂടെ ആയിരിക്കും കടന്നു. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ സംഭവിച്ചു. ഞങ്ങൾ ഉറങ്ങിയിട്ട് നാളുകളായി. എൻ്റെ വൈഫിൻ്റെ ഓപ്പറേഷൻ, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു മാനസികമായിട്ട് എത്രത്തോളം ഞങ്ങൾ തകരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പോയി. മകൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ നേരിട്ട വേദന, അതിലുള്ള പുറത്തു വന്ന പരാതി, അതിൽ ഉറച്ചു നിൽക്കുന്നു അത്തരം കാര്യം. ആ നടപടികളുമായിട്ട് മുന്നോട്ട് ഉറച്ചു നിൽക്കുകയാണ്. നടപടികളുമായി മുന്നോട്ട് തന്നെ പോകും. പിന്നെ ഞങ്ങൾ അത് ആലോചിക്കും, കുടുംബമായിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ വന്നതിന് ശേഷം രാഹുലിന്റെ വീട്ടുകാർ ബന്ധപ്പെടുകയാണ്? ഇല്ല. അഭിഭാഷകരോ ഇല്ല, ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോ വരുന്ന നടപടി അഭിഭാഷകരുമായിട്ട് ചേർന്നായിരിക്കും ആലോചിക്കും. അതെ. പോലീസിൽ നൽകിയ പരാതി, അതിന്റെ ഒരു സ്റ്റാറ്റസ് വല്ലതും പറഞ്ഞിരുന്നു? ഇന്നലെ പരാതി വൈകിട്ടല്ലേ നൽകിയത്. രാത്രി 8 മണിയായി എൻ്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ വേറെ അതിൻ്റെ മറ്റ് ഫർദർ സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും സൈബർ സെല്ലിനൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അയച്ചു. അപ്പോൾ തന്നെ അതിൻ്റെ നടപടി ഉണ്ടാക്കി. പിന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ പോകുന്നുണ്ട് എന്നും CI പറഞ്ഞു. പക്ഷേ മകളെ പോലീസ് കണ്ടെത്തിയാൽ കൂടുതൽ വെളിപ്പെടുത്തലുണ്ടാവും. ഇതെന്താ സംഭവിച്ചതെന്ന് അങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത്? അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചാനലുകാരായാലും പോലീസുകാരായാലും അവരോട് ചോദിക്കുമല്ലോ. ആ ചോദ്യത്തിന് എന്താണ് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നടന്നിരിക്കുന്നതിൽ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇപ്പോൾ നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ അസ്വാഭാവികതയുണ്ട്. അതിപ്പോൾ താങ്കൾക്ക് തന്നെ അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാം കണ്ടിട്ടും അവൾ പറഞ്ഞ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പരാതി കൊടുക്കുന്നത്. അതാണ്. ഈ അടയാളങ്ങൾക്ക് സൃഷ്ടിക്കപ്പെട്ടതാണോ? ഈ മുഴയും ഈ തൊണ്ടയിലെ അടയാളങ്ങളും അതൊക്കെ നേരെ ഡോക്ടർമാർക്ക് പോലും അത് സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതിയല്ലേ. അതൊരു മർദ്ദനത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയല്ലോ. പാടുകളെല്ലാം ദേഹത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നതാണല്ലോ. അതല്ലേ, അത് ഡോക്ടർ പരിശോധിച്ചല്ലോ. പിന്നെ അവളുടെ ബ്ലഡ് കാറിൽ നിന്ന് കിട്ടിയതായിട്ട് പത്രത്തിൽ നമ്മൾ ഫോറൻസിക് വിഭാഗമായി പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് അവളുടെ ബ്ലഡ് തന്നെ ആയിരിക്കും. അതിലൊന്നും ഉറപ്പുണ്ടത്. എന്തായാലും അദ്ദേഹം വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത് വളരെ സുവ്യക്തം തന്നെയാണ്. കാരണം ഇതിലൊരു അസ്വാഭാവികമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നു. കൂടുതൽ സത്യങ്ങൾ പുറത്തു വരും. മകളെ കണ്ടെത്തണം. മകളെ കാണാതായാൽ പോലും അതിനുശേഷം വന്ന വീഡിയോയിൽ പോലും അതിൽ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പിതാവ് പറയുന്നത്. വൈകാതെ സത്യം പുറത്തു വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.